So welcome back to our channel. നമുക്ക് ഇനി നോക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് COA ലെ മൊഡ്യൂൾ 2 ആണ് നോക്കാനുള്ള. മൊഡ്യൂൾ 2 ൽ നമുക്കിനി പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അതേപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നെങ്കിൽ ഞാനിത് രണ്ട് പാർട്ടായിട്ടായിരിക്കും ചിലപ്പെടുന്നത്, കാരണം കുറച്ച് ലെങ്തി ആയിട്ടായിരിക്കും. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒരുപാടുണ്ട്, അതുകൊണ്ടാണ്. സോ നമുക്ക് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് നോക്കാം. So fundamental rights. The fundamental rights are enshrined in part 3 of the constitution from 12 to 35. So നമ്മൾ module 1 ൽ തന്നെ part 2 വരെ module 1 ൽ പഠിച്ചു. module 2 ൽ part 3 ലാണ് fundamental rights മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് article 12 to 35 ആണ്. Okay, 12 to 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റൈറ്റ്ലി ഡിസ്ക്രൈബ്ഡ് അറ്റ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ പാർട്ട് 3 എന്ന് പറയുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ വെരി ലോങ് കോംപ്രഹെൻസീവ് ലിസ്റ്റ് ഓഫ് ജസ്റ്റിസിബിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA. സോ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് മെയിൻലി എഴുതിയത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA ൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ്. The fundamental rights are guaranteed by the Constitution to all persons without discrimination. ഇനി നമുക്ക് പഠിക്കാനുള്ള നേച്ചർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നേച്ചർ നോക്കാം. The fundamental rights are guaranteed by the Constitution to all persons without any discrimination. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൺഷിപ്സിനും ഗ്യാരണ്ടി ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. They uphold the equality of all individuals, the dignity of the individual, the larger public interest, unity of the nation, prevent the establishment of the restriction and deputy rule in the country. They are defended and guaranteed by the Supreme Court. They are the fundamental also in the sense that they are most essential for all the development of the individuals. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റിനെയും മോസ്റ്റ് എസെൻഷ്യൽ ആയതുകൊണ്ടാണ് അത് ഫണ്ടമെന്റൽ റൈറ്റ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ പേഴ്സൺസിനും ആവശ്യമുള്ള റൈറ്റ്സ് ആണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അണ്ടർ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ചോദിക്കാവുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് മൊത്തത്തിൽ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അല്ലെ 7 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി, അത് ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയാണ് പറയുന്നത്. സെക്കൻഡ് വൺ റൈറ്റ് ടു ഫ്രീഡം, അത് ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ. തേർഡ് വൺ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾ 23 തൊട്ട് 24 വരെ. നെക്സ്റ്റ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25 to 28. ഫിഫ്ത്ത് വൺ ദ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 29 to 30. ആൻഡ് ദ സിക്സ്ത് വൺ റൈറ്റ് ടു പ്രോപ്പർട്ടി, ആർട്ടിക്കിൾ 31. 7 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. സോ മൊത്തത്തിൽ നമുക്ക് 7 ക്ലാസിഫിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഇനി വൺ ബൈ വൺ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 to 18 വരെയാണ്. ഇതിൽ മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്വാലിറ്റിയാണ്. അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇറ്റ് മീൻസ് ദ ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ് ഇൻ ഫേവർ ഓഫ് എനി പീപ്പിൾ. പ്രൊഹിബിഷൻ ഓഫ് ദ ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ് ആൻഡ്. ഇപ്പോൾ ഇക്വാലിറ്റി മെയിൻലി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജെൻഡറിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇക്വാലിറ്റി ഓഫ് ദ ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ദി സിറ്റിസൺസ് ഇൻ മാറ്റർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ അപ്പോയിൻമെൻറ്റ് ടു എനി ഓഫീസ് അണ്ടർ ദ സ്റ്റേറ്റ്. ഏതൊരു ഓഫീസിലും സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ള ഏതൊരു ഓഫീസിലും ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഇക്വാലിറ്റി. പിന്നെ അബോളിഷ് ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ഇറ്റ്സ് പ്രാക്ടീസ്, അൺടച്ചബിലിറ്റിയിലുള്ള അബോളിഷൻ. പിന്നെ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി ആൻഡ് അക്കാഡമിക്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള റൈറ്റ് ടു ഫ്രീഡം, അതായത് ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയാണ് റൈറ്റ് ടു ഫ്രീഡത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അല്ല, ആർട്ടിക്കിൾ 19 ഗ്യാരണ്ടീസ് ടു ഓൾ ദ സിറ്റിസൺ ദ 6 റൈറ്റ്. 6 റൈറ്റ് മൊത്തത്തിൽ റൈറ്റ് ടു ഫ്രീഡത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. സോ ഫസ്റ്റ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് എവിടെയും നമ്മുടെ സ്പീച്ച്, നമ്മുടെ എക്സ്പ്രഷൻസ് എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്. നമുക്ക് എവിടെ വേണോ അസംബിൾ ചെയ്യാനുള്ള നമുക്ക് ഇതുണ്ട്, പീസ്ഫുള്ളി അസംബിൾ ചെയ്യാനും അതേപോലെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാനുമുള്ള അവകാശമുണ്ട്. സെക്കൻഡ് വൺ റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അസോസിയേഷൻസ് യൂണിയൻസ് ഫോം ചെയ്യാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ടെറിട്ടറിയിൽ മൊത്തത്തിൽ എവിടെ വേണോ പോകാനുള്ള അവകാശമുണ്ട്.
അതുപോലെ റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽഡ് ഇൻ എനി പാർട്ട് ഓഫ് ദ ഇന്ത്യ. അതേപോലെ തന്നെ ഇന്ത്യൻ ടെറിട്ടറിയിൽ എവിടെ വേണോ താമസിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓർ എനി ഒക്കുപേഷൻ ട്രേഡോ, എന്ത് പ്രൊഫഷൻ വേണോ പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റും റൈറ്റ് ടു ഫ്രീഡത്തിൽ പറയുന്നുണ്ട്. സോ 6 ഇമ്പോർട്ടൻറ്റ് റൈറ്റ്സ് ആണ് റൈറ്റ് ടു ഫ്രീഡത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി പഠിക്കാനുള്ള റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അത് ആർട്ടിക്കിൾ 23 തൊട്ട് 24 വരെയാണ് പറയുന്നത്. അതിൽ ജസ്റ്റ് 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതായത് സെല്ലിംഗ് ആൻഡ് ബൈ ഓഫ് മെൻ, വുമൺ ആൻഡ് ചിൽഡ്രൻ ലൈക്ക് ഗുഡ്സ്, അത് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയാണ്. അതുപോലെ ഇമ്മോറൽ ട്രാഫിക് ഇൻ വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് പ്രോസ്റ്റിറ്റ്യൂഷൻ, ഡിവാഡാസിസ് ആൻഡ് സ്ലേവറി, അടിമത്തത്തിനെ പറ്റിയും കാര്യങ്ങളാണ് കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രൊഹിബിഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറി, അതായത് ചൈൽഡ് ലേബർ. അതുപോലെ പ്രൊഹിബിറ്റ്സ് ദ എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14 വയസ്സ്. ചൈൽഡ് ലേബർ മെയിൻലി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ profession, practice and propagation of religion. It implies the inner freedom of an individual to declare one's religious belief and faith openly and freely. അതായത് ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഒരു ഇന്നർ ഫ്രീഡം ആണ്. ഏത് റിലീജിയൻ വേണോ അവർക്ക് ബിലീവ് ചെയ്യാൻ ഏത് റിലീജിയൻ ഏത് കാസ്റ്റ് വേണോ അവർക്ക് സ്വന്തമായി ബിലീവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാനുള്ള ഫ്രീഡം ഫ്രം പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് എനി ചർച്ച്. ഏതെങ്കിലും റിലീജിയനിൽ റിലീജിയസിന്റെ പ്രൊമോഷന് വേണ്ടി ടാക്സ് വാങ്ങുന്നത്. സോ ഇറ്റ് മീൻസ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി കമ്പൽഡ് ടു, ഇങ്ങനെ കമ്പലിംഗ് ഇല്ലാതെ നമുക്ക് റിലീജിയസിന്റെ പ്രൊമോഷന് വേണ്ടി ടാക്സസ് അടയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫ്രീഡം ഫോർ അറ്റൻഡിങ് ദ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഓർ വർഷിപ്പ് ഇൻ സർട്ടൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നെക്സ്റ്റ് നമുക്കുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. അത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്. Article 29 provides that any section of the citizens residing in any part of the India having a distinct language, script or culture of its India. അതായത് നമ്മുടെ സ്റ്റേറ്റ് സെക്യുലർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റിലും പല റിലീജിയനും പല ലാംഗ്വേജസും കൾച്ചേഴ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ അവരവർക്ക് അവരവരുടേതായ റൈറ്റ് ടു കൺസേർവ് ദ സെയിം, അതായത് എന്ത് കൾച്ചറാണോ അവർ കൊണ്ടുവരുന്നത് അത് പ്രിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ. അതായത് ഈ പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ എഡ്യൂക്കേഷൻ പഠിക്കാനുള്ളതും എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരാനുള്ളതും അതിൻ്റെ റൈറ്റും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അത് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഇതിൽ മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു മൂവ് ദ സുപ്രീം കോർട്ട് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡിംഗ് റിറ്റ്സ് എന്ന് പറഞ്ഞാൽ റിറ്റ്സ് ആസ് എക്സ്ട്രാ ഓർഡിനറി റെമഡീസ് ടു അപ്ഹോൾഡ് ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്. അതായത് നമുക്ക് സുപ്രീം കോടതിയിലോട്ട് പോകാൻ പറ്റുന്ന റൈറ്റുകളാണ് പറയുന്നത്. അതിൽ 3 പറയുന്നുണ്ട്. റിട്ടുകൾ 3 പറയുന്നു. 3 റിട്ടുകളോ 3 ഐ തിങ്ക് 5 റിട്ട്സ് ഉണ്ട്. മൊത്തത്തിൽ 5 റിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഹേബസ് കോർപ്പസ്. ഇറ്റ് ഈസ് എ ലാറ്റിൻ വേർഡ് വിച്ച് ലിറ്ററലി മീൻസ് ഹേബസ് കോർപ്പസ് എന്നാണ് ടു ഹാവ് ദ ബോഡി ഓഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് എൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ടു എ പേഴ്സൺ who has detained another person to produce the body of the latter before it. Okay. Next വരുന്ന mandamus. Mandamus എന്ന് പറയുമ്പോൾ it literally means we command. It is a command issued by the court to a public officially asking him to perform his official duties that he saw his failed or refused to perform. Next one, prohibition. Literally it means to forbid എന്നാണ്. It is issued by the higher court to a lower court. Prohibition higher court ൽ നിന്ന് lower courtലോട്ടായിരിക്കും. ഇനി വരുന്ന ഇത് prohibition, certiorari, quo warranto ഇതൊക്കെ മെയിൻലി ഹൈക്കോർട്ടിൽ നിന്ന് ലോവർ കോർട്ടിലോട്ടായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. or tribunal to prevent the latter from exceeding its jurisdiction that it does not possess. ഇനി അതായത് പ്രൊവിഷൻ മെയിൻലി നമ്മുടെ ഹൈക്കോർട്ടിൽ നിന്ന് ലോവർ കോർട്ടിലോട്ട്, ഹയർ കോർട്ടിൽ പരിഹരിക്കാൻ പറ്റാത്ത ലോവർ കോർട്ടിലോട്ട് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. ആ ജൂറിഡിക്ഷനിൽ പറ്റാത്തതാണ് ഇഷ്യൂ ചെയ്യുന്നത് പ്രൊഹിബിഷൻ. അടുത്ത സെറിറ്റോറിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു ബി സർട്ടിഫൈഡ് എന്നാണ്. ഓർ ടു ബി ഇൻഫോം ചെയ്യണം. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഹൈക്കോർട്ട് ടു ദ ലോവർ കോർട്ട് ഓർ ട്രിബ്യൂണൽ ഐദർ ടു ട്രാൻസ്ഫർ എ കേസ് പെൻഡിംഗ് വിത്ത് ദ ലാറ്റർ ടു ഇറ്റ് സെൽഫ് ഓർ ടു സ്ക്വാഷ് ദ ഓർഡർ ഓഫ് ദ ലേറ്റർ ഇൻ കേസ്. ഓക്കെ, അതും സെയിം പ്രൊഹിബിഷനും സെറിറ്റോറിയൊക്കെ ഏകദേശം സെയിം ആണ്. ഇനി ക്വാ വാറന്റോ എന്ന് പറഞ്ഞാൽ ഇൻ ദ ലിറ്ററൽ സെൻസ് ഇറ്റ് മീൻസ് ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ് എന്നാണ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ടു എൻക്വയർ ഇൻ ടു ദ ലീഗാലിറ്റി ഓഫ് എ ക്ലെയിം ഓഫ് എ പേഴ്സൺ ടു എ പബ്ലിക് ഓഫീസ്. അതായത് ഒരു
ഒരു പബ്ലിക് ഓഫീസിൽ ഒരു പേഴ്സൻ്റെ ലീഗാലിറ്റിയെ എൻക്വയറി ചെയ്യുന്നത് ഈ ക്വാ വാറൻറ്റോ വഴിയായിരിക്കും. ഓക്കെ, സോ മെയിൻലി ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള എന്തുവാ ഞാൻ പറഞ്ഞില്ലേ ഫ്രീഡം ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പറഞ്ഞത്. മൊത്തത്തിൽ നമുക്ക് എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് 1 by 1 പറഞ്ഞത്. സോ 1 by 1 ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ചോദിച്ചാൽ ഇങ്ങനെ വേണം എഴുതാം. പോയിന്റ്സ് ആ വാക്കി തന്നെ ഉണ്ടാവും. എന്താണ് അതിൽ കൂടുതൽ മെൻഷൻ ചെയ്യുന്നത്, എന്തായിരിക്കും അതിൽ. അതിൽ ഏറ്റവും കുറച്ച് ഡിഫിക്കൽട്ട് അല്ല റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഡിഫിക്കൽട്ട് മാത്രമല്ല, കുറച്ചും കൂടി പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കും കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതിൽ പറഞ്ഞിരിക്കുന്ന 5 റിട്ടുണ്ട്. സോ ആ 5 റിട്ടുകളും പഠിക്കണം. 5ഉം പഠിക്കേണ്ടതാണ്, അത് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. താങ്ക് യു.